വായിച്ചാ മതി. മര്യാദക്ക് വല്ല ജോലി മേടിക്കണോട്ടാ. മേടിക്കാന്നേ. എന്നിട്ട് വേണം നിന്റെ കാറിൽ എനിക്കൊന്ന് കേറാൻ. അല്ല അപ്പൊ അമ്മ പറഞ്ഞ ഞാൻ ഡ്രൈവർ ആവണമെന്നാണോ? എടാ പൊട്ട, നീ മേടിക്കണ കാറിന്റെ കാര്യല്ലേ ഞാൻ പറഞ്ഞേ. അങ്ങനെ എങ്ങനെ ഇതെന്ത് പൊട്ട. മോനെ, നീ ഈ പുറത്തിരുന്ന് പഠിക്കണ നേരം കൊണ്ട് സ്വൈര്യമായിട്ട് അകത്തിരുന്ന് പഠിച്ചോടാ. പുറത്തിരുന്ന് പഠിച്ചാ ഇത്തിരി വായു പഠിച്ചോക്കി വെച്ചാ അതാകുമ്പോ പെട്ടെന്ന് തലേ കയറില്ലോ. ഓ, ഞങ്ങളൊക്കെ പഠിക്കുമ്പോ എങ്ങനെ പഠിച്ചാലും തലേ കയറൂലേ. ഞങ്ങള് പഠിക്കുമ്പോന്ന് നീ പറഞ്ഞ, നീ പഠിക്കുമ്പോന്ന് പറഞ്ഞാ തീരടാ. അയ്യേ, എടാ പഠിച്ച് പഠിച്ച് വലിയ ശാസ്ത്രജ്ഞൻ നിക്കണുണ്ടോ? ശാസ്ത്രജ്ഞൻ തന്നെടി മോനെ. അച്ഛൻ അന്ന് ആ ഡ്രസ് വർക്ക് ചെയ്യണ സമയത്ത് അതിന്റെ മോള് നിങ്ങടെ താഴ്ത്തിക്ക് വീണില്ല എന്ന് വിചാരിക്കേ. അച്ഛൻ ഇപ്പോഴും ഒന്നാം തരം വെൽഡർ അല്ലടാ. പറഞ്ഞു കൊടുക്കടാ അവൾക്ക്. ഒരു തമാശ പറഞ്ഞല്ലേ. അവന് എന്താണ്ട് പുതിയ ആഗ്രഹം ഉണ്ടെന്ന്. എന്താ ആഗ്രഹം? എടാ പറയട എന്താന്ന്. അതെ അച്ഛാ, വരുമ്പേ ഒരു പിസ മേടിച്ചോണ്ട് വരൂ. എന്ത് പിസ? എന്താ പിസ? എന്താ സാധനം? തിന്നണതാണ് അച്ഛാ. എവിടുന്ന കിട്ടിയത്? ടൗണിന്ന്. ടൗണിലെവിടെ? പിസ ഹട്ടീന്ന്. പിസാ ഹട്ടോ? എന്തൊക്കെ സാധനങ്ങളാ അവൻ പറഞ്ഞു. ഇത് എവിടുന്നാടാ നീ ഇതൊക്കെ പഠിക്കണേ? അത് കൂട്ടുകാരന്മാരെ കൊണ്ടുവന്നത്. ഓരോ സാധനങ്ങള് മേടിച്ചോണ്ട് തന്നെ. ഇപ്പൊ ഇവളുടെ ആവശ്യമാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് കണ്ടിട്ട് പോലും ഇല്ല. കണ്ടോടാ നിന്റെ അച്ഛൻ പറയണേ. നോക്കട്ടെ നോക്കട്ടെ കേട്ടോ. നോക്കട്ടെ എന്നല്ല, മേടിച്ചു കൊടുക്കണം. പിന്നെ രാവിലെ വരുമ്പോ പാലും കൂടി മേടിക്കണേ. മേടിക്കാം. ബാ ചായ തരാം. അത് കണ്ടുപഠിച്ചാതിട്ടെ നീ. ഇതെവിടുതാ? ഞാൻ വെറുതെ ഒന്നിങ്ങനെ കട വരെ പോയതാ. കൊറേ കണ്ടിട്ട്. എവിടെ പോ? ഞാൻ കുറച്ചു ദിവസം ലീവ് എടുത്തിട്ടേ ഒന്നായിട്ട് കറങ്ങാൻ പോയി. എന്താണ് മാഷിന് എന്ത് വേണേലും ആവാലോ. ഭാര്യ ഇല്ല, കുട്ടികളും ഇല്ല. എല്ലാ ദിവസം അടിച്ചു പൊളിച്ച് ജീവിക്കുക, അതപ്പൊ എന്റെ പരിപാടി. അല്ല ഇപ്പൊ എങ്ങനെയുണ്ട് ഡിസ്കിന്? അതിലിപ്പോ വലിയ കുഴപ്പമില്ല. അപ്പൊ വേദനയ്ക്ക് കുറവുണ്ട്. അല്ല അവിടെ പോയപ്പോ അങ്ങനെ ഭാരിച്ച പണിയൊന്നും ഇല്ലല്ലോ അല്ലേ? അവിടെ അങ്ങനെ കൊറേ നേരം ഇരിക്കാ, പിന്നെ കൊറേ നേരം നിക്ക. സെക്യൂരിറ്റിക്ക് എന്താ വേറെ പണി? അല്ല പുറത്തൊക്കെ ഇറങ്ങി നിക്കണമെന്നിരിക്കേ ഇടയ്ക്കൊക്കെ ഒന്ന് വായനശാലയിലേക്ക് വാ. വായനശാലയിൽ ഒന്നാമത്തെ എങ്ങനെ വരും? ഒക്കെ ഈ മൊബൈലിലുണ്ടല്ലോ, ആൾക്കാർക്ക് എല്ലാം കിട്ടാണ്ടല്ലോ. എന്റെ മകൻ നന്നായി വായിക്കണ കൂട്ടത്തിലല്ലേ, അവനോട് വന്ന് വായനശാലയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ. ഇടയ്ക്ക് പുസ്തകം എടുത്ത് പോലോ. അതിനിപ്പോ കൊറേ പഠിക്കണം. പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്താ ഇതിനപ്പോ എൻട്രൻസ് കോഴ്സിന് പോണ്ട്. എവിടെയെങ്കിലൊക്കെ കയറ്റാൻ വിചാരിച്ചു. നീ എവിടിക്കണാ? അരുണേ, ഞാനൊന്ന് കൂടെ കൊണ്ടുപോയാണ്. എന്റെ കൂട്ടുകാരന്റെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. ശരി. അവൻ വെറുതെ വീട്ടിലിരിക്കാനല്ല. പിന്നെ വൈകിട്ട് ഇത്തിരി വൈകും. അപ്പൊ ഞാൻ കൊണ്ടുവന്ന് ആക്കിയേക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി ശരി ശരി. ശരി ശരി. ഏതാ ബൈക്ക് ഓടിക്കണ പയ്യൻ? അത് നമ്മുടെ പ്യാരി വിജയൻ ഡോക്ടർ അനുസരില്ലേ മാഷേ, ബാംഗ്ലൂരുള്ള. അതെ. അവൻ ഇടയ്ക്ക് ലീവിന് വരുമ്പോഴേ ഇവനായിട്ടൊന്ന് കറങ്ങാൻ പോകും. ഇവനെ വലിയ കാര്യം. അപ്പൊ നന്നായി പഠിക്കണൊക്കെ കാരണം. പിന്നെ ഇവൻ പുസ്തകപ്പുഴായിട്ട് ഇങ്ങനെ ഇരിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാനും വിടും. എന്തെങ്കിലൊക്കെ ഒന്ന് പുറത്ത് പോയിട്ടൊക്കെ വരട്ടെ. ഇവരൊക്കെ ആവുമ്പോ കുഴപ്പമില്ലല്ലോ. എന്നാ ശരി. ആയിക്കോട്ടെ മാഷേ. ഞായറാഴ്ച വായനശാലയിലേക്ക് ഒന്ന് ഇറങ്ങാം. ഇറങ്ങാം. It's over, it's over. Be cool, man. Be cool, man. Relax. Enjoy. Relax. Enjoy. Relax. Enjoy. Enjoy. Come on. ഹായ് മന്മു. I got it. Where are you, man?
Violet, yeah. Violet. This is my neighbor Arun. Aaron, welcome to world of happiness. Come on, enjoy. My dear friend Manu. Life is beautiful. Happy birthday. This is Anadu. Jagu. Hey, Jagu, come on. Yeah. Sit down, man. Sit down. എല്ലാവർക്കും വിശേഷം നല്ല വിശേഷം. സുഖമാണ്. അടിപൊളി. അപ്പോ എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒത്തുകൂടിയ എന്റെ എല്ലാ ഫ്രണ്ട്സിനും ഞാൻ ആദ്യം താങ്ക്സ് പറയാണ്. നിങ്ങളോടൊപ്പം ഈ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണ് ഞാൻ സിംഗപ്പൂരിൽ നിന്നും അതുവഴി ശ്രീലങ്ക വഴി കൊളംബോ വഴി ഇവിടെ വന്നത്. ഓക്കെ. സോ നമ്മുടെ കേക്ക് കട്ടിംഗ് സെറമണിക്ക് മുമ്പായിട്ട് ഐ എം ഗോയിങ് ടു ഗിവ് യു എ ഗിഫ്റ്റ്. എല്ലാവർക്കും എന്റെ വക ഒരു സമ്മാനം, ഒരു സോങ്. അപ്പം ആ സോങ് എന്നെ ഈ ഭൂമിയിൽ ജനിപ്പിച്ച എന്റെ പപ്പ. No Manu. പപ്പ. No crying. No. Enjoy. Everybody enjoy. What remember one is a nabi semba tikin. Sasri bimi riko hatta hindi nita hainati. Now I just want to that what kumbaliyo. What remember one is a nabi semba tikin. Sasri bimi riko hatta hindi nita hainati. Now I just want to that what kumbaliyo. Sana. Papa, thank you, Papa. Thank you so much. Great Papa. അപ്പോ നമ്മൾ കേക്ക് കട്ടിംഗ് സെറമണിയിലേക്ക് പോവുകയാണ്. Come on. And നിങ്ങൾക്ക് എല്ലാവർക്കും a big surprise cake from Colombo. ഇത് കൊളംബോയിൽ നിന്നും കൊണ്ടുവന്ന കേക്ക്. കൊളംബോ ഗോൾഡ്. ഇവിടുത്തെ ഇടുക്കി ഗോൾഡിന് വെല്ലുന്ന സാധനമാണ്. സോ നമ്മൾ ഇത് കട്ട് ചെയ്യാൻ പോവാണ്. റെഡി? മഞ്ഞു കേക്ക് വേണോന്ന് കേക്ക്. ബ്രോ എല്ലാ കാലവും ഈ ബ്രോയെ ഓർമ്മിക്കുന്ന രീതിയിലുള്ള ഒരു കേക്കാണ് ബ്രോയ്ക്ക് ഈ ബ്രോ തരാൻ പോണത്. ബ്രോ റെഡി? ഹാപ്പി ബർത്ത്ഡേ മഞ്ഞു. Happy Manu. Happy birthday. Yay, Sakura! Wow! Jagu, open. Daddy, give me. Happy birthday, Manu. Thank you, Daddy. ഇനി ചക്ര കുട്ടനെ ഓപ്പൺ യുവർ മൗത്ത്. തുറക്കുമോന് കഴിച്ചോ നീ? വാതർക്ക് തുറക്കൂ. വേറും പേപ്പർ കഷ്ണം നീ കഴിച്ച് ഹാപ്പി ആണ്ട് ഹാപ്പി എൻജോയ്. ഒരു കുഴപ്പമില്ല. ഇറക്കിക്കോ. അതാ എൻജോയ്. എങ്ങനെയുണ്ട്? ഹാപ്പി. Everybody happy? I'm happy. You are happy. He's happy. Everyone is happy. Come on.
ചേട്ടാ ഞാൻ എന്തൊക്കെയോ കാണണം. കാണണം, കണ്ണ് നിറച്ച് കാണണം. എന്നിട്ട് നമ്മൾ അതിൽ കൂടി നീന്തി നടക്കണം. കാണട്ടെ കാണട്ടെ. എനിക്ക് പേടിയാവണം. പേടിക്കണ്ട, പാരിയത്തില്ല നിന്റെ കൂടെ. അതല്ലേ ഇതാണ് എന്റെ birthday gift. This is our bird of happiness. തുള്ള്. ഹേയ്, ഹേയ്, ഹേയ്. എന്തപ്പോ അവരോട് നമ്മൾ പറയാ? പരീക്ഷയ്ക്ക് ഇരുന്നില്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റും. ഇനി അറിഞ്ഞെങ്കിൽ അതിന്റെ കാരണം ചോദിക്കുമ്പോ അത് പറയണ്ടേ? എനിക്കറിയില്ലേ കുട്ടി എന്തൊക്കെ ചെയ്യാൻ കണ്ടേക്കണത്. മാഷായിരുന്നു. എന്താ ചെയ്തളാ? ഇരിക്കാം. അല്ല ഇരിക്കുന്നില്ല. എന്താ അന്വേഷിച്ചു എന്ന് പറഞ്ഞ? അരുണിന്റെ കാര്യം പറയാൻ വിളിച്ചതാ. ആ എന്തേ? അവൻ കുറച്ചു ദിവസമായിട്ട് ക്ലാസ്സിലൊന്നും കയറണില്ല അത്ര. മാത്രല്ല അവിടെ കോച്ചിങ് സെന്ററിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓ, കഴിഞ്ഞ മാസത്തെ പരീക്ഷയ്ക്ക് പല ദിവസങ്ങളിലും അവൻ അവിടെ ചെന്നിട്ടില്ല. ഒന്നും പറയണ്ട പക്ഷെ ഒരു അനുസരണയില്ല. ഇപ്പൊ രാത്രി ഒക്കെ ഉറങ്ങാതിരിക്കും, എന്നിട്ട് രാവിലെ കിടന്നുറങ്ങും. എന്റെ മോനിപ്പോ ഒന്നും കഴിക്കാറ് പോലും ഇല്ല.
അതെല്ലേ? ശീതള, ഞാൻ പറയുകൊണ്ടൊന്നും തോന്നരുത്. കുറച്ചു ദിവസമായിട്ട് ആൾക്കാരൊക്കെ അരുണിനെ കുറിച്ച് പറയണതേ അവൻ കഞ്ചാവ് വലിക്കണ്ടെന്നാ. എന്നാ മാഷ ഈ പറയണ? അവൻ ചെറുതല്ലേ മാഷെ, അവനതൊന്നും അറിഞ്ഞോടാ. അങ്ങനെ ഒരു സംസാരം ഉണ്ട് നാട്ടിൽ. അതെ, നിങ്ങൾ പറഞ്ഞത് വെച്ച് അവന്റെ സ്വഭാവത്തില് മാറ്റമൊക്കെ കാണുമ്പോ അവൻ കഞ്ചാവ് ഉപയോഗിക്കണ്ടോന്ന് ഒരു സംശയം. നിങ്ങൾ അവരോട് ചോദിക്കാറില്ലേ? എന്റെ രാഘവട്ട, ഞാൻ വീണതിന് ശേഷം ഈ സെക്യൂരിറ്റി പണിക്ക് പോയിട്ടാ ഈ കുടുംബം നോക്കണം. ഇവർ രണ്ടാളെ അന്വേഷിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും? പിന്നെ കാര്യങ്ങളൊക്കെ നോക്കണത് അവളാണ്. അവളിന് അവന് പേടിയില്ല. പിന്നെ ആരോടാ പറയണേ? ഇപ്പൊ എന്ത് വെച്ചാലും ഒരക്ഷരം മിണ്ടണില്ല പക്ഷെ എപ്പോഴും ദേഷ്യാണ്. എന്തായാലും ഞാൻ പഠിപ്പിച്ച കുട്ടിയല്ലേ, ഞാനൊന്ന് സംസാരിച്ചു നോക്കിയാലോ? അതിനുവേണ്ടി ഞാൻ മാഷിനെ വിളിപ്പിച്ചേ. മാഷൊന്ന് അന്വേഷിച്ചു. ആ, ആരാ? ആരാന്നൊന്നും അറിഞ്ഞൂടാ. ഇടയ്ക്കിടയ്ക്ക് വരും. ചിലപ്പോ അവൻ അവരുടെ കൂടെ പോവുകയും ചെയ്യും. അപ്പൊ ആരാന്ന് ചോദിക്കണ്ടേ? ചോദിക്കാറുണ്ട്, ഒന്നും പറയാറില്ല. കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോഴാ കസേരയൊക്കെ എടുത്തെറിഞ്ഞ് ബഹളമായത്. ഇതിനൊക്കെ എന്താ ചെയ്യണ്ടേന്ന് എനിക്ക് അറിയാണ്ടല്ല മാഷെ. പക്ഷെ അവനോട് കയർക്കണ പോയിട്ട് ഈ സ്റ്റെപ്പും കൂടി ഒന്നും സൂക്ഷിക്കാതെ ഇറങ്ങാൻ എനിക്ക് പറ്റില്ല. അരുണേ, നീ അങ്ങോട്ടാ? അത് ചോദിക്കാൻ താനാരാ? ദാ! പൈസ താടാ, പൈസ താടാ. പൈസ അല്ലേ നീ? പൈസ പൈസ മുണ്ടെന്തിനാ നിനക്ക്?